ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ടും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. വെറും 15 ദിവസത്തിൽ തന്നെ നമ്മുടെ വെയിറ്റിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് ചിയ സീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. സാൽവിയ എന്ന് പറയുന്ന ഒരു സസ്യത്തിൽ നിന്നും ഉണ്ടാവുന്ന അതിൻ്റെ സീഡാണ് ഈ ഒരു ചിയ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിയ സീഡ് എന്ന് പറയുന്നത് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഒരുപാട് രോഗങ്ങളെ മാറ്റി നിർത്താനും നമുക്ക് ഈ ഒരു ചിയ സീഡ് കൊണ്ട് കഴിയും. ചിയ സീഡ് കഴിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമായിരിക്കണം ഇത് കഴിക്കേണ്ടത്. ചിയ സീഡ് നമ്മൾ ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല. ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ മാത്രമേ നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. ചിയ സീഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയാനും അതേപോലെ തന്നെ മെമ്മറി പവർ കൂട്ടാനും സാധിക്കും. ചിയ സീഡിൽ ധാരാളം ഫൈബർ, പ്രോട്ടീൻ, അതേപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചിയ സീഡ് വെച്ചിട്ട് വെയിറ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ ചിയ സീഡ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് ആവാൻ പാടില്ല. 1.5 സ്പൂണിലധികം ഒരു ദിവസം കഴിക്കാൻ പാടില്ല. ഇത് ഞാൻ തലേ ദിവസം രാത്രിയാണ് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ചിയ സീഡ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലേക്ക് ഇതേപോലെ ചിയ സീഡ് ഇട്ട് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ചിയ സീഡ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഞാൻ തലേ ദിവസം ഈ ഒരു ചിയ സീഡ് 1.5 സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിയ സീഡ് കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലേക്ക് 1.5 സ്പൂണ് ചിയ സീഡ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടി നല്ലത് തലേ ദിവസം നമ്മൾ ഇതേപോലെ കുതിർത്ത് വെക്കുന്നതാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചിയ സീഡൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂണ് ലെമൺ ജ്യൂസാണ്. നമ്മുടെ തടി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ജ്യൂസും അതേപോലെ തന്നെ ഹണിയും ചേർത്തിട്ടുള്ള ഡ്രിങ്ക് കഴിക്കാറുണ്ട്. അതിലും നല്ല ബെനിഫിറ്റാണ് ഈ ഒരു ചിയ സീഡും കൂടി ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത്. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയുന്നത് കാണാം. അതും 15 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണും. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് തേനും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിയ സീഡിന് പ്രത്യേകിച്ച് കയ്പോ അതേപോലെ ചവർപ്പോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കാനും നല്ല ഈസിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഇത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ നമ്മൾ 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് എന്തായാലും ഒരു 5 കിലോനെങ്കിലും കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർക്കൊക്കെ ഈ ഒരു ഡ്രിങ്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഈ ഒരു ചിയ സീഡ് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് എപ്പോഴും ഫുള്ളായതുപോലെ ഇരിക്കും. എപ്പോഴും വിശക്കുന്ന ആ ഒരു പ്രവണത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറയുകയും അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചിയ സീഡ് നമ്മൾ കുതിർത്ത് മാത്രം കഴിക്കുക. പുഡിങ്ങിലിട്ടിട്ടും അതേപോലെ തന്നെ ജ്യൂസിലിട്ടിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1.5 സ്പൂണിലധികം ഒരു ദിവസം കഴിക്കാനും പാടില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവരും അതേപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയവരും അതേപോലെ തന്നെ മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരൊന്നും ഈ ഒരു ഡ്രിങ്ക് ചെയ്തു നോക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് മധുരം കഴിക്കുന്നവരാണെങ്കിൽ മധുരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഈ ഒരു ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റിൽ ഉറപ്പായിട്ടും നല്ല മാറ്റം തന്നെ ഉണ്ടാകും. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.